പ്രധാനപ്പെട്ട അസുഖമാണ് MCTD. നമ്മുടെ ചാനലിലൊക്കെ പല ദിവസങ്ങളിലും മിക്സ്ഡ് കണക്റ്റിവിറ്റി ഡിസീസ് എന്ന് പറയും. ഈ MCTയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും വേറെ അസുഖമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. കാരണം ഇവർക്ക് ഒന്ന് സന്ധികളുടെ വേദന കാണും, രണ്ട് സ്കിന്നിൽ തിക്നെസ് കാണും, അത് സ്കിലോറോമ പോലെ സ്കിന്നിൽ കളർ ചേഞ്ച് വരും, പ്രശ്നങ്ങൾ വരും, കൈക്ക് തണുത്ത വെള്ളത്തിൽ പോകുമ്പോൾ നീലക്കളർ റെയ്നോൾഡ്സ് ഫിനോമിനൻ എന്ന് പറയും. അതുപോലെ എഴുന്നേൽക്കുമ്പോൾ മസിൽസിൽ നല്ല വേദന കാണും, മയോസൈറ്റിസ് പോലെ കാണും, അതുപോലെ അവർക്ക് ലങ്സിനെ ബാധിക്കാം. അതുകൊണ്ട് ഇത് പല അവയവങ്ങളെയും ബാധിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇവർ തുടങ്ങുന്ന ചെറിയ സന്ധികളുടെ വേദനയായിട്ടായിരിക്കും, ബാക്കിയെല്ലാം വളരെ സട്ടിൽ ഫീച്ചേഴ്സ്, ചെറിയ രീതിയിലുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും. ഇങ്ങനെ ഈ ലക്ഷണങ്ങളുണ്ടായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ യൂഷ്വലി ESR കൂടുതലായിരിക്കും. അത് കൂടാതെ U1RNP എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ U1RNP പോസിറ്റീവായിട്ട് സന്ധികളിൽ വേദന ഉണ്ടെങ്കിൽ അത് ലങ്സിനോ ഹാർട്ടിനോ ബാധിച്ചിട്ടോ നമ്മൾ PFT ചെയ്ത് നോക്കണം. അത് എക്കോ ഇടയ്ക്കിടയ്ക്ക് 3 മുതൽ 6 മാസം ചെയ്ത് നോക്കണം. അതുപോലെ ചിലപ്പോൾ അത് കിഡ്നിയെ ബാധിക്കാൻ സാധ്യത, അത് കിഡ്നിയുടെ യൂറിനും നമ്മൾ നോക്കണം. ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കുമ്പോൾ സ്ക്ലിറോഡെർമ പോലെ തന്നെയാണ് നമുക്ക് ഇവർ ട്രീറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും ചെറിയ ലക്ഷണങ്ങളെ കാണത്തുള്ളൂ, സന്ധികളുടെ വേദനയോ അല്ലെങ്കിൽ കൈക്ക് ചെറിയ റെയ്നോൾഡ്സേ കാണത്തുള്ളൂ. പക്ഷേ ഇവർക്ക് ആന്തരിക അവയവങ്ങളെ കയറി ഈ അസുഖം പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവർ കറക്റ്റായിട്ട് സമയത്ത് നമ്മൾ മോണിറ്റർ ചെയ്യണം. അത് നല്ല റുമറ്റോളജിസ്റ്റ് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 6 മന്തിൽ എങ്കിലും ഒരു പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റും ഒരു ഹാർട്ടിൻ്റെ പ്രഷർ കൂടുന്ന എക്കോ ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കി പോയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കോംപ്ലിക്കേഷനിൽ പോകാൻ സാധ്യതയുണ്ട്. ഓൺലി തിങ് ഈസ് നമ്മൾ സമയത്തിന് കണ്ടുപിടിക്കണം. അത് പലപ്പോഴും സമയത്തിന് കണ്ടുപിടിച്ചില്ലെങ്കിലാണ് പലപ്പോഴും വഷളാകുകയും രോഗിയുടെ ഒരു ആരോഗ്യത്തിനൊക്കെ ജീവിതമൊക്കെ ഭീഷണിയാകുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന SNDയേക്കാൾ സ്ക്ലിറോഡെർമയേക്കാൾ കുറച്ച് മൈൽഡായിട്ടുള്ള ഒരു വാതരോഗമാണ് MCTD. അതുകൊണ്ട് 2 വാതരോഗമുണ്ട്, മൾട്ടിപ്പിൾ വാതരോഗമുണ്ടെന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല.